ഹീറോയിൻ ആരോ ആകട്ടെ, ഇവിടെ ശരിക്കും അവർ നടത്തുന്നൊരു പ്രയോഗമുണ്ട്. ഞാൻ ആളുകൾ പേടിച്ചിട്ടൊന്നുമല്ല, കാരണം ഒളിഞ്ഞു താമസിക്കാനല്ല എന്നതിൻ്റെ അർത്ഥം. ആളുകൾ വന്ന് ചുറ്റും കൂടി അതല്ല പ്രശ്നം. നമ്മൾ കുറച്ചുകൂടി കംഫർട്ടാണ്, നമ്മൾ സേഫാണ്. അപ്പം പൊതുവെ ഏറ്റവും വൾഗറായ വസ്ത്രം ധരിക്കുന്ന ഇത്തരം ആളുകൾക്കും പർദ്ദ ഒരു കംഫർട്ടാവുകയാണ്. ഇസ്ലാം തീർച്ചയായും പർദ്ദ കംഫർട്ടാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാണ് പർദ്ദ ധരിക്കുന്നത് എന്ന് പറയുന്നിടത്ത് 2 പോയിന്റാണ് വിശുദ്ധ ഖുർആനിലൂടെ അതിൻ്റെ കാരണങ്ങളായി കൊണ്ടുവന്നിട്ടുള്ളത്. അതിലൊന്നാമത്തത് അല്ലാ യുദീന, അവർ ദ്രോഹിക്കപ്പെടാതിരിക്കാൻ. അതുപോലെ തന്നെ യുഅറഫ്ന, അവരെ തിരിച്ചറിയാന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് സൗകര്യം പോലെ വന്ന് തൊടാനും പിടിക്കാനും കമൻ്റ് ചെയ്യാനും അശ്ലീല ആംഗ്യങ്ങൾ കാണിക്കാനൊന്നും പറ്റിയ ഒരാളല്ല. എൻ്റെ അടുത്ത് വന്നിട്ട് ഫ്രീ സെക്സ് ചോദിക്കാൻ പറ്റൂല. എൻ്റെ അടുത്ത് വന്നിട്ട് ഇവിടെ നാട്ടിൽ ട്രെൻഡായി, നാട്ടിൽ ആളുകൾ പുതിയ ഫാഷനായി സ്വീകരിക്കുന്ന വൾഗർ പരിപാടികളൊന്നും എൻ്റെ അടുത്ത് ഒരു കാരണവശാലും പറ്റൂല. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. എനിക്ക് എൻ്റെതായ ഒരു തത്വവും മതവും വേദവും ഒക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ലൈംഗികതയും എൻ്റെ കാര്യങ്ങളൊക്കെ അത് കൃത്യമായി നിജപ്പെടുത്തിക്കൊണ്ട്, ആർക്ക് എന്നത് നിജപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരാളാണ്. ഞാനൊരു പബ്ലിക് ഡൊമൈനിലുള്ള ഒരാളല്ല. ഇത്തരം കാര്യങ്ങൾ ഞാനൊരു പബ്ലിക് പ്രോപ്പർട്ടി അല്ല എന്ന് വളരെ പച്ചക്ക് പറഞ്ഞാൽ അത് ആ ഒരു പ്രഖ്യാപനം തന്നെയാണ് ഇതിലൂടെ യഥാർത്ഥത്തിൽ നിർവഹിക്കുന്നത്.